അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നോമന പൈതൽ ആ കുടുംബത്തിലേക്ക് വന്നതോടെ ആ വീടിന് ഐശ്വര്യവും ബർക്കത്തും ലഭിക്കുകയാണ്. എങ്ങനെ ലഭിക്കാതിരിക്കും? റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോറ്റി. ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഇടക്കിടക്ക് കുട്ടിയുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് തങ്ങളോടൊപ്പം അങ്ങോട്ട് പോകും, കുഞ്ഞിനെ സന്ദർശിച്ച് തിരിച്ചു പോയി. അങ്ങനെ ഏകദേശം 2 വയസ്സ് പൂർത്തിയായപ്പോൾ, മുലകുടി പൂർത്തിയാകുന്ന സമയമാണ്, ഹലീമ ബീവി ഭർത്താവുമായിട്ട് ആലോചിച്ചു, നമുക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഭർത്താവ് പറഞ്ഞു, എങ്ങനെ ഇത് നമ്മൾ വേർപിരിയ? വല്ലാത്ത ഒരു സ്നേഹമുള്ള അദബുള്ള ഒരു കുട്ടി, ഒരു കരച്ചിലില്ല, നിലവിളിയില്ല, ഒരു ദുശ്ശീലമില്ല. ഈ കുഞ്ഞുമായി ആ ദമ്പതികൾ അത്രയും അടുപ്പത്തിലാണ്. ലമ്രത്തിനും ഈ കുട്ടിയെ പിരിയാതെ കഴിയൂല. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ ഒരു നിലക്കും ഇവരെ മനസ്സ് സമ്മതിക്കില്ല. പക്ഷെ ആരാന്റെ സ്വത്തല്ലേ, കൊടുക്കണ്ടേ? മനല്ല മനസ്സോടെ 2 വയസ്സ് പൂർത്തിയായപ്പോൾ ഇവര് മക്കയിലേക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു. വന്ന സമയത്തന്ന് മക്കയിൽ പ്ലേഗ് രോഗം ബാധിച്ച സമയമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തി മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹ ആമിന ബീവിയോട് പറഞ്ഞു, ആമിന, ഇവിടെ പ്ലേഗ് രോഗം പടർന്നു പിടിക്കുകയാണ്. ഈ കുഞ്ഞിനെ നമ്മൾ ഇവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും കുഞ്ഞിനും രോഗം വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഈ രോഗമൊക്കെ ഒന്ന് ഇല്ലാതെയാവട്ടെ, അതിനുശേഷം ഞങ്ങൾ കുഞ്ഞിനെ തിരിച്ചെത്തിക്കാം എന്ന് പറഞ്ഞപ്പം ആമിന ബീവി കുടുംബക്കാരുമായി വിഷയം ചർച്ച ചെയ്തു. അപ്പൊ എല്ലാവരും അഭിപ്രായപ്പെട്ടു, അതൊരു നല്ല അഭിപ്രായം, ഏതായാലും ഈ കുഞ്ഞിന് അങ്ങനെ ഒരു രോഗം വരണ്ട, കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ ഹലീമ ബീവി സന്തോഷത്തോടെ വീണ്ടും തിരിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ പിന്നെയും 2 കൊല്ലക്കാലം ഹലീമ ബീവിന്റെ അടുത്ത് തന്നെയാണ് കുട്ടി വളരുന്നത്. 4ാമത്തെ വയസ്സെത്തിയപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് അത്ഭുതങ്ങൾ ഈ കുട്ടിയിലൂടെ കാണാറുണ്ട്. ഈ കുട്ടി സാധാരണ കുട്ടികൾ നടക്കുന്നതിന് മുമ്പ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ കുട്ടികൾ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ മക്കളുടെ അദബും ഗുരുത്വവും മര്യാദയും പ്രകടിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസ്മി ചൊല്ലുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹംദ് പറയുന്നു. ഇങ്ങനെ ഒരു സംസ്കാരം ആ കാലഘട്ടത്തിലുള്ള ആർക്കും ഇല്ല. ഈ അത്ഭുതങ്ങളൊക്കെ കാണുന്നതിന്റെ ഇടക്കാണ് ഒരു ദിവസം ലമ്രത്ത് എന്ന കൂട്ടുകാരൻ ഓടി വന്നുകൊണ്ട് ഉമ്മാനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മാ, നമ്മളെ കുഞ്ഞിനെ അതാ അൽ അമാം മുഹമ്മദ് എന്ന കുട്ടിയെ ആരോ വന്ന് പിടിച്ച് കിടത്തി നെഞ്ചി പിളർക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ പരിഭ്രാന്തനായി നിൽക്കുന്ന ചെറിയ കുട്ടിയെ കാണുകയാണ്. ശുഭവസ്ത്രധാരികളായ 2 പേർ വന്ന് മുത്തുനബിയെ മലർത്തിക്കടത്തി നെഞ്ചു പിളർത്തി അതിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തേക്ക് കളഞ്ഞ് അത് അവിടെ തന്നെ കൂട്ടിവെച്ച് ഇപ്പോൾ ഒരു അടയാളവുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടന്നതാ. ഇത് ആദ്യത്തെ ഹാർട്ട് ഓപ്പറേഷനാണ്, ആത്മീയമായുള്ള ഓപ്പറേഷൻ. ഇതിന് ശേഷം 2 തവണ കൂടി മുത്തുനബി തങ്ങൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ശസ്ത്രക്രിയ. മാലാകമാരാണ് ഇതിനെ നടത്തിയിട്ടുള്ളത്. ഇതിന് 3നും വ്യത്യസ്ത താല്പര്യങ്ങളുണ്ടെന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്തിനായിരുന്നു 4ാം വയസ്സിൽ ഈ ഓപ്പറേഷൻ നടത്തിയത്? ആ സംഭവം ഉദ്ധരിച്ച് പിൽക്കാലത്ത് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കറുത്ത സാധനമെടുത്ത് കളഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ പറഞ്ഞത്, ഹാദാ ഹല്ലു ശൈത്താൻ, അത് പിശാചിന്റെ വിഹിതമാണ്, അവന് സ്വാധീനം ചെലുത്താനുള്ള അവസരം ഇവിടെ എടുത്ത് എറിയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. നിബിധങ്ങൾ തന്നെ പറഞ്ഞ ഹദീസിലുണ്ട്, ഇന്നലി കുല്ലി ഇൻസാനിൻ ലിമ്മത്താനി ലിമ്മത്തു മലക്കിൻ വ ലിമ്മത്തു ശൈത്താൻ. ഓരോ മനുഷ്യർക്കും ഓരോ സമ്മർദ്ദ ശക്തികളുണ്ട്, ഉൾവിളിയുണ്ട്, സ്വാധീന ശക്തിയുണ്ട്. ഒന്നൊരു പിശാചിൻ്റെതാണ്,
എന്നൊരു മലക്കിൻ്റെതാണ്. നമ്മളൊക്കെ ഹൃദയത്തിൽ ഒരു പിശാചിന്റെയും ഒരു മലക്കിന്റെയും നിരന്തര സമ്മർദ്ദങ്ങളുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അവലക്ക യാ റസൂലല്ലാഹ്, അങ്ങേക്കുമുണ്ടോ നബി അങ്ങനെ ഒരു ശൈത്താനും മലക്കും? നബി പറഞ്ഞു, ഉണ്ട്. പക്ഷേ വലാകിന്നഹു അസ്ലമ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ആ ശൈത്താൻ അവൻ എന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ അവന് വഴിതെറ്റിപ്പിക്കാൻ കഴിയൂല. പിശാചിന് നബി തങ്ങളെ സ്വാധീനിക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ഈ ഓപ്പറേഷൻ നടന്നത്. മറ്റൊരർത്ഥപ്രകാരം വലാകിന്നഹു അസ്ലമ എന്ന് പറഞ്ഞാൽ ആ പിശാച് മുസ്ലിമായിരിക്കുന്നു എന്നാണ്. ശൈത്താന്മാര് മുഴുവൻ കാഫിരീങ്ങളാണ്. ജിന്നുവർഗത്തിലെ അവിശ്വാസിയാണ് ശൈത്താൻ. ആ ശൈത്താന്മാരെ കൂട്ടത്തിൽ ഒരു മുസ്ലിമുണ്ട്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ പിശാച് മുസ്ലിമായി എന്നർത്ഥം വെച്ചാൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഏതായിരുന്നാലും ആ പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശല്യപ്പെടുത്തൂല. അതിന്റെ വിഹിതം നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ശസ്ത്രക്രിയ നടക്കുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ ഹബീബിന് 40 വയസ്സ് പൂർത്തിയായി. നുബുവത്ത് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ഹാഫിദ് ഇബ്നു ജറസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത്, മാലാകമാരിൽ നിന്ന് കാര്യങ്ങളെ സ്വീകരിക്കണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ അതിനാവശ്യമായ കരുത്തും പ്രകൃതിയും ഉണ്ടാകണം. അതിനുള്ള സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുമായി കാണാനും സംവദിക്കാനും അവരെ ഉൾക്കൊള്ളാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു ചെയ്തു കൊടുത്തതാണ് ഈ രണ്ടാമത്തെ ശസ്ത്രക്രിയ. മൂന്നാമതൊന്ന് നടന്നത് എപ്പോഴാ? നമ്മളൊക്കെ കേട്ടതുപോലെ പഠിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവിടുന്ന് കിടന്നുറങ്ങുമ്പോഴാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വന്ന് ഊട്ടിക്കൊണ്ടുപോയി സംസം കിണറിന്റെ പരിസരത്ത് വെച്ച് ഹബീബിന് ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയാ? മുത്തുനബിക്ക് ആകാശയാത്ര നടത്തണം. നമുക്കറിയാം, ഭൂമിയുടെ ഏകദേശം 600 നായികയോളം വ്യാസത്തിൽ മാത്രമേ ഓക്സിജന്റെ സാന്നിധ്യമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഓക്സിജൻ ഇല്ല. സ്പേസ് യാത്ര പോകുന്ന ആളുകൾക്ക് എന്തു വേണം? ഓക്സിജൻ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്നാൽ സപ്താകാശങ്ങൾക്കും അപ്പുറത്തേക്ക് പോകേണ്ട മുത്തുനബി, ആ നബിതങ്ങൾക്ക് ഇങ്ങനെയുള്ള കെട്ടും പാണ്ഡവും ഒന്നെടുത്തു പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകാശ ലോകത്തും തങ്ങാൻ പറ്റിയ ശാരീരിക പ്രകൃതി ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്നാമത്തെ ഓപ്പറേഷൻ നടന്നിട്ടുള്ളത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഘട്ടം ഘട്ടമായി അല്ലാഹു ഒരുപാട് പ്രത്യേകത കൊടുത്തതിന്റെ ഭാഗവും കൂടിയാണ് ഈ ഓപ്പറേഷൻ. ഇത് കണ്ടതോടെ മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടി നമ്മൾ കരുതിയ കുട്ടിയല്ല. ഇനിയും നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് പൊറുപ്പിച്ചാൽ, ഒരു പക്ഷേ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇനി നമ്മൾ ഒട്ടും താമസിക്കണ്ട. വേർപിരിയാൻ നമുക്ക് വിഷമമുണ്ടെങ്കിലും ഉടമകളെ നമ്മൾ ഉടനെ ഏൽപ്പിക്കണം. അങ്ങനെ ഭർത്താവിന്റെ കൂടെ ഈ കുഞ്ഞിനെയുമായി മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹ മക്കയിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അവിടെ നിന്നതാ മക്കയുടെ അതിർത്തിയിലെത്തുന്നു. ആ അതിർത്തിയിലെത്തുന്ന സമയത്ത് മഹദി അവറുകൾ ഒരശരീരി വിളിച്ചു പറയുന്നതായി കേൾക്കുകയാണ്. എന്താണ് പറയുന്നത്? ഹനീ അല്ലക്കി യാ ബത്ഹാ മക്ക. മക്കയിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോഴേക്ക് ഒരശരീരിയുടെ ശബ്ദമോ, മക്ക പട്ടണമേ നിനക്ക് സ്വാഗതം, ആശംസകൾ അത്രയും നിനക്കാണ്. അൽയൗമ യരിദു ഇലൈകിന്നൂർ വദ്ദീനു വൽ ബഹാഉ വൽ ജമാൽ. ഇന്നത്തെ ദിവസം ഇതാ നിന്നിലേക്ക് പരിശുദ്ധമായ ദീന് വരുന്നു, എല്ലാ മഹത്വ
മഹത്വവും എല്ലാ സൗന്ദര്യവും എല്ലാ അഹങ്കാരവും സന്തോഷവും ഇന്ന് നിന്നിലേക്ക് പ്രവേശിക്കുകയാണ് എന്നിങ്ങനെ വിളിച്ചു പറയുന്ന ശബ്ദം ആളെ കാണുന്നില്ല. മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹ തിരിഞ്ഞും മറഞ്ഞും നോക്കി ആ കുഞ്ഞിനെ ഒന്ന് നിലത്ത് വെച്ച് തുണിയൊന്ന് നന്നായി ഉടുക്കാൻ ശ്രമിക്കുമ്പോഴതാ പെട്ടെന്ന് ഫസമിഅത്ത് ഹദ്ദത്തൻ ശദീദാ, ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഫൽതഫത്ത് ഫലം അറഹൂ, മഹദി പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിനെ കാണുന്നില്ല. മക്കയിൽ എത്തിയപ്പോഴേക്ക് കുഞ്ഞ് അപ്രത്യക്ഷമായി. മഹദിയതാ പേടിച്ച് വിളിച്ചു പറയുന്നു, യാ മഹ്ശറന്നാസ്, ഓ ജനങ്ങളെ, ഐന സ്വബിയോ, എന്റെ കുഞ്ഞെവിടെ, എന്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ച് നിലവിളിക്കാൻ തുടങ്ങി. വാ മുഹമ്മദാ, എന്റെ മുഹമ്മദ് എന്ന കുഞ്ഞുമോന് എന്തു പറ്റി? അവിടുത്തെ അട്ടഹാസം കേട്ടുകൊണ്ടതാ ഫഇദാ ശൈഖുൻ ഫാനിൻ യതവക്കഉ അലാ അസാ, ഒരു പ്രായം ചെന്ന മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ച് മഹദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇദ്ഹബി ഇല സ്വനമിൽ അഅ്ളം, നീ വേഗം ഒരു കാര്യം ചെയ്യ്, അതാ കാബന്റെ മുറ്റത്ത് നല്ല വലിപ്പമുള്ള ഒരു പ്രതിമ, ആ പ്രതിമന്റെ അടുത്ത് എന്നിട്ട് നിന്റെ സങ്കടം പറഞ്ഞോ, കുട്ടീനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആ പ്രതിമയ്ക്ക് അത് തിരിച്ചു തരാൻ പറ്റൂ, വേറെ അത് തിരിച്ചു തരാൻ പറ്റിയ ദൈവങ്ങൾ വേറെ പടല്ല. പിന്നെ ഇയാൾ എന്നാ ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞ് ഈ കിളവൻ എന്ത് ചെയ്തു, ആ പ്രതിമന്റെ അടുത്ത് നിന്ന് അതിന്റെ തലയിലൊക്കെ ഒന്ന് കൈവച്ച് അതിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാണ്. ആ സഅദിയ ഗോത്രക്കാരിയായ ഹലീമ അവളെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദൈവമേ, അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം. അപ്പോഴതാ ഈ പ്രതിഷ്ഠയിൽ നിന്നും ഒരു പിശാച് പ്രതികരിക്കുകയാണ്. എന്താണ് പ്രതികരണം? പിശാച് പറയുന്നു, ഹുബുൽ എന്ന് പറയുന്ന പ്രതിമക്കുള്ളിൽ നിന്ന് അയാൾ വിളിച്ചു പറയുന്നത് എന്താണ്, ഈ കുഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് നിർമാർജനം ചെയ്യപ്പെടാൻ കാരണക്കാരനാകുന്നത്, അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ തെരഞ്ഞു പിടിച്ചു കൊടുക്കേണ്ടതില്ല. ഈ മറുപടി കേൾക്കേണ്ട താമസം കിളവൻ കയ്യിലുള്ള വടി വലിച്ചെറിഞ്ഞ് ഹലീമ ബീവിയുടെ ചാരത്ത് എന്നുകൊണ്ട് പറയുന്നു, ഓ സഅദിയ സഹോദരി, നിങ്ങൾ പേടിക്കണ്ട, ഇന്നലി റബ്ബി ഇന്നലി ഇബ്നിക റബ്ബാ, നിങ്ങളെ മകന് നല്ല ഒരു നാഥനുണ്ട്, ആ നാഥൻ അവനെ നിങ്ങൾക്ക് തിരിച്ചു തരും, ബേജാറ് കൂടാതെ വെപ്രാളമില്ലാതെ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഭയപ്പെടേണ്ടതില്ല എന്നയാൾ പറഞ്ഞു. അപ്പോഴേക്ക് നാട്ടുകാർ മുഴുവനും ഓടിക്കൂടി നാനാഭാഗത്തേക്കും തിരയാൻ പോയി. മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളോടും ഈ വിവരം പറയപ്പെട്ടു. അദ്ദേഹം നല്ല വിശ്വാസിയാ, നേരെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ചെന്നു. വിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങി, യാ റബ്ബ് റുദ്ദ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇൻദി യദാ, യാ റബ്ബ് ഇൻ മുഹമ്മദുൽ ലം യൂജദ ഫാശമില ഖൗമി കുല്ലുഹും തബദ്ദദാ. ഓ എന്റെ നാഥ, എന്റെ കുഞ്ഞ് മുഹമ്മദിനെ നീ എനിക്ക് തിരിച്ചു തരണം. ആ കുഞ്ഞിനെ ഇനി ഒരിക്കലും ഞാൻ കൈവിടുകയില്ല, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചില്ലെങ്കിൽ അതെന്റെ ജനതക്ക് തീർത്താൽ തീരാത്ത പ്രശ്നമുണ്ടാക്കും. എന്റെ കുഞ്ഞിനെ നൽകണം നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ നാനാഭാഗത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴതാ കുറെ കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ്? ഒട്ടകപ്പുറത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഇരിക്കുന്നു. അവന്റെ തൊട്ടു മുമ്പിലതാ 4 വയസ്സുകാരനായ മുത്തുനബി ഇരിക്കുന്നു. അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി കണ്ണു തള്ളിപ്പോയി. ആ സമയത്ത് അബൂജഹൽ പറയുകയാണത്രേ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം, ലാ നദ്രി മാ നറാ മിൻ ഇബ്നിക, ഓ അബ്ദുൽ മുത്തലിബേ, നിങ്ങളെ ഈ കുഞ്ഞു വല്ലാത്ത അത്ഭുത ബാലം തന്നെ, ഇവനൊരു മഹാത്ഭുതമാണ്.
ഇന്നി അനഖ്തു നാഖ വഅർകബ്തുഹു മിൻ ഖൽഫി ഫഅബത്തി നാഖതു അൻ തഖൂമ. ഞാൻ ഈ കുഞ്ഞിനെ എന്റെ ഒട്ടകത്തിന്റെ പിറകിലിരുത്തി ഈ ഒട്ടകത്തെ നടത്താൻ പരമാവധി ശ്രമിച്ചു. ഒരടി ഒട്ടകം മുന്നോട്ട് വെക്കുന്നില്ല, അനങ്ങാൻ തയ്യാറല്ല. കുറെ നേരം ഞാൻ പരിശ്രമിച്ചു. അവസാനമതാ ഈ ഒട്ടകം എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, യാ അഹ്മഖ് ഹുവൽ ഇമാം. ഓ വിഡ്ഢിയായ മനുഷ്യ, നിനക്കറിയുമോ ഈ കുഞ്ഞാണ് നായകൻ, നേതാവ്. ഈ നേതാവാകുന്ന കുട്ടിയെ പിന്നിലിരുത്തി അനുയായിയായി മാറേണ്ട നീ മുന്നിലിരിക്കുകയാണോ എന്ന് ഈ ഒട്ടകം എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാനതാ ഈ കുഞ്ഞിനെ മുന്നിലിരുത്തി ഞാൻ പിന്നിലിരിക്കേണ്ട താമസം അതിശീഘ്രം ഈ ഒട്ടകം ഓടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്തുനബി തങ്ങളുടെ കുട്ടിക്കാലത്തെ അത്ഭുതമാണ്. ഇതൊരു സാധാരണ അറബി പയ്യനായിരുന്നില്ല, ഒരു സാധാരണ മനുഷ്യ കുഞ്ഞിന്റെ സ്വഭാവവും ജീവിതവുമല്ല. അള്ളാഹുവിന്റെ ദൈവദൂതരെ അള്ളാഹു എല്ലാ സമയത്തും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവം ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന അധ്യായത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വവജദക ളാല്ലം ഫഹദാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടുന്ന് വഴിതെറ്റിപ്പോയ സമയത്ത് വല്യുപ്പയുടെ ചാരത്തേക്ക് അള്ളാഹു വഴി കാണിച്ചു തന്നില്ലേ? പിൽക്കാലത്ത് നബിതങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുക, കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ. ആ കൂട്ടത്തിൽ അള്ളാഹു ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. തമാശ നിറഞ്ഞ ചില വ്യാഖ്യാനങ്ങൾ ചില പുതിയ ആശയക്കാർ ഈ ആയത്തിന് കൊടുക്കാറുണ്ട്. വജദക ളാല്ലൻ ഫഹദ എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന അർത്ഥം എന്താ? ഓ നബിയെ, നിങ്ങൾ വഴിതെറ്റി ജീവിക്കുന്നവരായി അള്ളാഹു കണ്ടപ്പോൾ ഫഹദ, നിങ്ങൾ അള്ളാഹു ഹിദായത്തിന്റെ മാർഗത്തിലാക്കിയില്ലേ? അപ്പൊ നബി തങ്ങൾ ആദ്യാരാ? വഴിവഴിച്ച് ജീവിച്ച ഒരാളാ. ഏത്? എല്ലാ അമ്പിയാക്കളോടും അള്ളാഹ് കരാറ് വാങ്ങിയ നേതാവ്, എല്ലാ നബിമാരും സുവിശേഷം അറിയിച്ച ആള്, ഈ അത്ഭുതകരമായ ജന്മം കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരാൾ നേരത്തെ വഴിതെറ്റി ജീവിച്ചു, പിന്നെ അള്ളാഹ് ഹിദായത്തിലാക്കി. അങ്ങനെ ഒരർത്ഥം പറയാൻ നമ്മളെ ഈമാൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിലാണ് വഴിതെറ്റിയത്. വല്യപ്പന്റെ അടുത്ത് വരുമ്പോ വഴിപഴച്ചു, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അള്ളാഹു വല്യപ്പാന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു. അങ്ങനെ മക്കയിൽ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഈ കുഞ്ഞിനെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നു ഈ സംഭവങ്ങളെല്ലാം മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ ബീവി പറഞ്ഞു, വല്ലാഹി മാലി ശൈത്താനി അലൈഹി മിൻ സബീൽ. അല്ലാഹുവാണ് സത്യം, എന്റെ കുഞ്ഞിന്റെ മേൽ പിശാചിനൊരു ആധിപത്യവും ഉണ്ടാകൂല. മഹദിക്ക് നല്ല ഈമാൻ ഉറപ്പുണ്ട്, അങ്ങനെ ഒന്നും സംഭവിക്കൂല. എന്റെ കുഞ്ഞിനെ ശൈത്താൻ ഒന്നും ചെയ്യാൻ കഴിയൂല. അങ്ങനെ ആ കുട്ടിയെ വേർപിരിയാ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ പോറ്റി വളർത്തുകയാണ്. അതിലേറെ വാത്സല്യം വല്യുപ്പ നൽകുകയാണ്. അങ്ങനെ 6 വയസ്സായപ്പം ആ ഉമ്മ ഇങ്ങനെ ആലോചിക്കുന്നു, പടച്ചവനെ, എല്ലാവരും അവരെ വാപ്പമാരെ കൂടെ കളിക്കുന്നു, അവരെ കൂടെ അങ്ങാടിയിൽ പോകുന്നു, ആ മഹത്തായ കഅബയിലേക്ക് നീങ്ങുന്നു. എന്റെ ഈ കുഞ്ഞിന്റെ പിതാവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കുഞ്ഞിന് മരിക്കുന്നതിന് മുമ്പ് ആ പിതാവിന്റെ ഖബറെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ മഹദി പുന്നാര മുത്തുനബിക്ക് പിതാവിന്റെ ഖബർ അന്ന് മദീനയിലാണുള്ളത്, അവിടെ ഒന്ന് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കണം. മാത്രമല്ല വല്യുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾ അവിടെയാണല്ലോ ജനിച്ചത്, അവരെ അമ്മാവന്മാരൊക്കെ അവിടെയാണുള്ളത്. അവർക്കൊക്കെ ഈ കുഞ്ഞിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ആ ആഗ്രഹത്തോടെ 6-ാം വയസ്സിൽ മാതാവായ ആമിന ബീവി റളിയല്ലാഹു അൻഹ തന്റെ പൊന്നോമന പുത്രനെയുമായി കൂടെ
ബറക്കത്ത് എന്ന് പേരുള്ള ഉമ്മു ഐമിനെയും കൂട്ടി ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ മദീനയിലേക്ക് ചെല്ലുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മദീനയിലെ ബനു നജ്ജാർ ഗോത്രക്കാർ വല്ലാതെ സന്തോഷിച്ചു പോയി. കാരണം അവരെ ഓർമ്മയിലേക്ക് വന്നതെന്താണ്? ഇതേ പ്രായത്തിൽ അന്ന് ഈ കുട്ടിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കപ്പെടുന്ന ശൈബയെ അവിടുന്ന് മുത്തലിബ് കൂട്ടിക്കൊണ്ടുവന്ന രംഗമാണ് അവരെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത്. ആ അബ്ദുൽ മുത്തലിബിന്റെ അതേ മുഖച്ഛായയുള്ള അന്ന് കൊണ്ടുപോകുമ്പോഴുള്ള അതേ പ്രായമുള്ള കുട്ടി ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചരിത്രത്തിന്റെ പിന്നോട്ട് പോയ അനുഭവമാണ്. ഈ കുഞ്ഞിനും ഉമ്മാക്കും ഹൃദ്യമായ സ്വീകരണം, വലിയ സൽക്കാരം. ഒരു മാസം മാറി മാറി സൽക്കാരം തന്നെ. ഒരു മാസം അങ്ങനെ മദീനയിൽ ഈ ബന്ധുക്കളുടെ ഊഷ്മളമായ സ്വീകരണമേറ്റ് മുത്തുനബി ഉമ്മയോടൊപ്പം താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹദി ഈ കുഞ്ഞിന് അന്ന് അവിടെ നീന്തൽ പഠിക്കാനുള്ള സൗകര്യം കിട്ടി. ഒരു കുളത്തുനിന്ന് കുളിക്കാണ്. ബനു അദി ഗോത്രക്കാരെ കുളത്തിൽ നിന്ന് ഇങ്ങനെ കുളിക്കാ കുട്ടി. ആമിന ബീവി റളിയല്ലാഹുവിന്റെ മകന്റെ കുസൃതി കണ്ട് കുളക്കരയിൽ ഇങ്ങനെ കുളി കണ്ടിരിക്കുക. ആ നേരത്ത് ജൂത വിഭാഗത്തിൽപ്പെട്ട 2 പുരോഹിതന്മാർ അവര് പരസ്പരം അടക്കം പറയുന്നത് ആമിന ബീവിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹാദാ നബിയ്യു ഹാദിഹിൽ ഉമ്മ, ഈ കുട്ടിയെ കണ്ടോ, ഇത് ഈ തലമുറയുടെ സമുദായത്തിന്റെ പ്രവാചകനാണ്. വഹാദിഹി ദാറു ഹിജ്റത്തിഹി, ഈ മദീന ഈ കുഞ്ഞ് ഹിജ്റ വരാൻ പോകുന്ന നാടാണ്. വസയകൂനു ബിഹാ മിനൽ ഖത്ലി വസ്സബിയ്യി അംറുൻ അദീം, ഈ കുട്ടിക്ക് ഇവിടെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്നെല്ലാം ഇവരിങ്ങനെ ഈ കുഞ്ഞിനെ നോക്കി വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അടയാളങ്ങൾ കണ്ട് അവര് പരസ്പരം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായ ബാലനാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ അസാധാരണത്വം മനസ്സിലാക്കി അവര് ബന്ധുക്കളോട് പറഞ്ഞു, ഞാൻ ഇനിയും ഈ കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് പേടി തോന്നുന്നുണ്ട്, ഞാൻ മക്കയിലേക്ക് തന്നെ ഇവനെ കൊണ്ടുപോകുകയാണ്. ഒരുവിധം എല്ലാവരോടും സമ്മതം വാങ്ങി അങ്ങനെ അതാ മഹദി മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. 1-2 ദിവസത്തെ യാത്രക്ക് ശേഷം അബവാ എന്ന പ്രദേശത്തെത്തിയപ്പോൾ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹാക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ജീവിതത്തിന്റെ പോയ കാലങ്ങളിലേക്ക് അവിടുന്ന് ഓർത്തു കാണും. കഴിഞ്ഞ കാലത്ത് തന്റെ ഭർത്താവ് നൽകിയ സ്നേഹം, ഭർത്താവ് ഈ കുഞ്ഞിനെ ഗർഭമുള്ള വിവരം പോലും അറിയാതെ സിറിയയിലേക്ക് യാത്ര പോയ രംഗം, തിരിച്ചു വരും വഴി ആ മദീനയിൽ വെച്ച് വഫാത്തായ രംഗം, ആ കുഞ്ഞിനെ ജനിച്ചതിന് ശേഷം ഒന്ന് കാണാൻ പിതാവില്ലാത്ത അവസരം, ആ പിതാവിന്റെ ഖബർ മാത്രം കാണിച്ചു കൊടുത്ത് തിരിച്ചു പോരുന്ന സമയത്ത് മനസ്സ് തളർന്ന മഹദിയത യാത്ര തുടരാനാകാതെ ക്ഷീണിച്ച് കിടന്നുപോയി. ഏതാനും സമയത്തിനകം തന്നെ അബവായിൽ വെച്ച് 6 വയസ്സ് പ്രായമുള്ള ആ പൊന്നോമന മകന്റെ മുമ്പിൽ വെച്ച് ആ ഉമ്മ വാടിത്തളരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ട ഉമ്മ എന്നേക്കുമായി വിട പറയും. ആ ചേതനയറ്റ ശരീരം നോക്കി പുന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുകാരൻ വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് കണ്ണീര് വാർക്കുകയാണ്. ഈ കുഞ്ഞിനെ സാന്ത്വനപ്പെടുത്താനാകാതെ ബർക്കത്ത് കുഴങ്ങുകയാണ്. തദ്ദേശീയരും മറ്റും ഓടിക്കൂടി അവസാനം വേറെ ഒരു നിവൃത്തിയില്ല, അബവായിൽ ആ മഹദിക്ക് അന്ത്യവിശ്രമത്തിന് സൗകര്യമൊരുക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരം മൂടുകല്ല് വെച്ച് മണ്ണ് നീക്കിയിടുന്നതൊക്കെ നോക്കി ആ തകർന്ന മനസ്സുമായി പിന്നെയും ദിവസങ്ങൾ നീണ്ട യാത്ര നടത്തി അള്ളാന്റെ ഹബീബ് തിരിച്ചു മക്കയിലേക്ക് വരുന്നു. വല്യപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് പിന്നെ ആ കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹം. ഉമ്മ പോയി, വാപ്പ പോയി, ഇനി ഈ കുഞ്ഞിന് ഒരു ദുഃഖവും വരരുത്. എല്ലാ മക്കളെയും വിളിച്ച് പറഞ്ഞു,
ഇവനെ ഇനി നിങ്ങളാരും മാതാപിതാക്കൾ ഇല്ലാത്തത് അറിയിക്കരുത്, എല്ലാവരും ഇവന് സ്നേഹം കൊടുക്കണം. അങ്ങനെ വല്യുപ്പ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ തന്റെ പേരക്കുഞ്ഞിന് പരിഗണന നൽകുന്നു, പരിലാളന നൽകുന്നു. അതിനെ സംബന്ധിച്ചും അല്ലാഹു പിന്നീട് മുത്തുനബിയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടുന്ന് അനാഥനായ സമയത്ത് അല്ലാഹു വല്യപ്പയിലൂടെയും പിന്നീട് മൂത്താപ്പയിലൂടെയും അങ്ങേക്ക് അഭയം നൽകിയില്ലേ? അങ്ങനെ മുത്തുനബിയെ ഒരു ദുഃഖവും അറിയിക്കാതെ അബ്ദുൽ മുത്തലിബ് കൂടെ തന്നെ കൊണ്ടു നടക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് മുത്തുനബിയെ കൂടെ കൂട്ടും. ഉറങ്ങുന്ന സമയത്ത് സ്വന്തം കട്ടിലിലാണ് ഉറക്കുക. മാത്രമല്ല, എങ്ങോട്ട് പോകുമ്പോഴും മറ്റ് ധാരാളം മക്കൾ തനിക്കുണ്ടെങ്കിലും മുഹമ്മദ് എന്ന പൊന്നോമനയുടെ കൈ പിടിച്ച് നടക്കും. അന്ന് റസൂലുള്ളാഹിന്റെ അതേ പ്രായമുള്ള കുട്ടിയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ കുഞ്ഞിന് നൽകുന്നതിനേക്കാൾ പരിഗണന മുത്തുനബിക്കാണ് വല്യാപ്പ കൊടുക്കുന്നത്. കഅബത്തിന്റെ മുറ്റത്ത് ആ നിഴലിലാണ് മക്കയുടെ രാജാവായ അബ്ദുൽ മുത്തലിബിന്റെ ഇരിപ്പിടം. സ്വന്തം മക്കള് പോലും ആ കസേര തൊടാറില്ല. ആ കസേരയുടെ മേലെ ഈ പൊന്നോമന കുഞ്ഞി കയറിയിരിക്കുമ്പോൾ മക്കളടക്കം പറയും, മോനെ അതിന്മേൽ ഇരിക്കാൻ പാടില്ല, അത് വാപ്പയുടെ കസേരയാണ്. അപ്പൊ വല്യപ്പ പറയുമത്രേ, ദഅഹു ഫഇന്ന ലഹു ലശഅനാ. അവൻ ഇരുന്നോട്ടെ, അവൻ ആരും തടയണ്ട. ഇവൻ ഒരു സാധാരണ കുട്ടിയല്ല, ചില കാര്യങ്ങളൊക്കെ ഇവന് പിറകെ വരാനുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും പരിഗണന കൊടുത്ത് അല്ലാഹുവിന്റെ ഹബീബിന് വല്യപ്പ സംരക്ഷണം കൊടുക്കുന്നു. വല്യപ്പാക്ക് പ്രായമായി 140 വയസ്സ് പൂർത്തിയായി. ആ സമയത്ത് മുത്തുനബിക്ക് 8 വയസ്സാണ്. വല്യപ്പ മരണത്തെ മുന്നിൽ കാണുന്നു. മക്കളെ മുഴുവനും വിളിച്ചു വരുത്തി. വല്യപ്പാക്ക് വസിയത്ത് ചെയ്യാനുള്ളത് തന്റെ മരണപ്പെട്ടു പോയ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് എന്ന കുഞ്ഞിനെ സംബന്ധിച്ചാണ്. എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, എല്ലാ പരിഗണനയും കൊടുക്കണം. അവന് വാപ്പയില്ല, ഉമ്മയില്ല. പ്രത്യേകമായി അബൂ ത്വാലിബിനെ വിളിച്ചു പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയും അതുപോലെ ഇവന്റെ ഉപ്പയുടെ ഉമ്മയും ഒന്നാണ്. അബ്ദുള്ള തങ്ങളുടെ ഉമ്മയും അതുപോലെ അബൂ ത്വാലിബിന്റെ ഉമ്മയും ഒന്നാണ്. ഉമ്മയും ബാപ്പിയൊത്ത സഹോദരന്മാരാണെന്നർത്ഥം. അതുകൊണ്ട് നിനക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ആര് എന്തു പ്രശ്നമുണ്ടാക്കിയാലും ഭാവിയിൽ എന്തു വെല്ലുവിളി വരേണ്ടി വന്നാലും ഇവർക്ക് മരണം വരെ നീ സംരക്ഷണം കൊടുക്കണം മോനെ എന്ന് അബൂ ത്വാലിബിനെ പ്രത്യേകമായി വാപ്പയായ അബ്ദുൽ മുത്തലിബ് വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. അന്ന് മുത്തുനബിക്ക് വയസ്സ് 8. ചരിത്രകാരന്മാർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സുകാരൻ വല്യപ്പ മരിച്ചുപോയപ്പം അവിടുന്ന് ഇരിക്കാറുള്ള കാലിയായ ആ കസേരയുടെ അടുത്ത് ചെന്ന് നിന്ന് നിർത്താതെ കരയാറുണ്ടായിരുന്നു അത്രേ. വല്യപ്പയോടുള്ള വലിയ സ്നേഹം കാരണം. എന്നാൽ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ മൂത്താപ്പ അബൂ ത്വാലിബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പരിചരണങ്ങൾ കൊടുത്തു, സ്നേഹങ്ങൾ കൊടുത്തു. ആ അബൂ ത്വാലിബ് യാത്രയിലും നാട്ടിലും എപ്പോഴും കുഞ്ഞിനെ കൂടെ തന്നെ കൊണ്ടു നടക്കും. ഒരു ദുഃഖവും അറിയിക്കും. ഉറങ്ങുന്ന സമയത്ത് പോലും അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, ഈ കുട്ടി ഒരു വല്ലാത്ത ബർക്കത്തുള്ള കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, വഇദാ അകല മഅഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി അവരോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം തികയും. എന്നാൽ വളരെ ദരിദ്രനായിരുന്നു അബൂ ത്വാലിബ്. നബിനെ കൂട്ടാതെയാണ് ആഹാരം കഴിക്കുന്നതെങ്കിലോ ആർക്കും വിശപ്പ് മാറൂല. അപ്പോഴതാ അബൂ ത്വാലിബ് പറയും, ഇന്നക മുബാറക്, മോനെ നീ വലിയ ബറക്കത്തുള്ള കുട്ടിയാണ്, നീ ഉണ്ടാകും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, വക്കാന യഖൂലു ഫി അവ്വലി ത്വാം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 8 വയസ്സ് മുതൽക്ക് തന്നെ മുത്തുനബിയെ പരിചരിച്ച അബൂ ത്വാലിബ് പറയുകയാണ്,
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറയും ബിസ്മില്ലാഹിൽ അഹദ്, ഏകനായ അള്ളാന്റെ നാമത്തിൽ ഞാൻ ആഹാരം കഴിക്കുന്നു. ഇത് 360 എണ്ണം കാബന്റെ മുറ്റത്തുണ്ട്. അവിടുന്നാണ് റസൂലുള്ള 8-ാം വയസ്സിലൊക്കെ ഇവരെ വീട്ടിൽ നിന്ന് ബിസ്മി ചൊല്ലുന്നത്. ബിസ്മില്ലാഹിൽ അഹദ്, ഏകനായ അള്ളാന്റെ നാമത്തിൽ. ഫൈദാ ഫറഅ മിൻഹു, ഭക്ഷണത്തിൽ നിന്ന് വിരമിച്ചാലോ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഫതഅജ്ജബ്തു മിൻഹു, അബൂ ത്വാലിബ് പറയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരനുഭവം, ഒരു ശീലം, ഒരു അദബ്, മര്യാദ അന്ന് മക്കയിൽ ആർക്കും ഇല്ല. ഇതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എന്നെ അദബ് പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. എനിക്കുള്ള മര്യാദ അവൻ വളരെ മെച്ചപ്പെട്ടതാണ് എന്നെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹിനെ പഠിപ്പിക്കാൻ വേറെ ഒരു അധ്യാപകനില്ല. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളെ പോലും നേരത്തെ പിൻവലിച്ചത് മുഴുവൻ അള്ളാന്റെ തർബിയത്തിൽ വളരാനാണ്. അങ്ങനെ മുത്തുനബി തങ്ങൾ അത്ഭുതകരമായാണ് ഈ കുട്ടിക്കാലത്ത് തന്നെ വളരുന്നത്. മാത്രമല്ല അബൂ ത്വാലിബ് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറിയ കുട്ടിയായ മക്കയിലെങ്ങാനും വരൾച്ച ബാധിച്ചാൽ, ജനനം മുതൽക്ക് ഈ കുഞ്ഞിന്റെ അത്ഭുതം ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഈ കുട്ടിയെയുമായി ഞങ്ങൾ കഅബത്തിന്റെ മുന്നിലേക്ക് പോകും. ആ മുഖമൊന്ന് മേലോട്ടങ്ങ് കാണിച്ചു കൊടുക്കേണ്ട താമസം. അതാ ഒരു മേഘക്കീറു പോലും ഇല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കാർമേഘം ഉരുണ്ടുകൂടുന്നു, മഴ പെയ്യുന്നു. ഇത് പതിവായിരുന്നു എന്ന് അബൂ ത്വാലിബ് പറയുകയും അദ്ദേഹം അതിനെ അനുസ്മരിച്ചുകൊണ്ട് പാടുകയും ചെയ്ത പദ്യം മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്നെ സ്വഹീഹിന്റെ ചില സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഅബിയളു യുസ്തസ്ഖൽ വമാമു ബിവജ്ഹിഹി റബീഉൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. ആ സുന്ദരമായ മുഖമങ്ങ് കാണേണ്ട താമസം. ആകാശം മഴ ചുരത്തുന്നു. അതാണ് മുത്തുനബിയുടെ കുട്ടിക്കാലം. ഒരു സാധാരണക്കാരന്റെ കുട്ടിക്കാലം പോലെ ആയിരുന്നില്ല. എല്ലാറ്റിലും നമുക്ക് അസാധാരണത്വം കാണാം. അബൂ ത്വാലിബ് ഈ കുഞ്ഞിനെ വേർപിരിയാതെ കൂടെ കൊണ്ടു നടക്കുന്നു, കൂടെ തന്നെ കിടത്തി ഉറക്കുന്നു. അങ്ങനെ കച്ചവടക്കാരനായ അബൂ ത്വാലിബ് ശാമിലേക്ക് പോകണം, സിറിയയിലേക്ക് കച്ചവടത്തിന് പോകണം. അപ്പൊ അദ്ദേഹത്തിന് വിഷമമായി, ഞാൻ ഈ കുഞ്ഞിനെങ്ങനെ വേർപിരിഞ്ഞു നിൽക്കും? ഈ അത്ഭുത ബാലനുമായി വിട്ടുപിരിയാൻ ഒട്ടും മനസ്സ് സമ്മതിക്കുന്നില്ല. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. 12 വയസ്സായി അന്ന് മുത്തുനബി. 12 വയസ്സുള്ള തിരുനബിയെ കൂടെ ശാമിലേക്ക് കൊണ്ടുപോകുകയാണ്. ആ കുഞ്ഞിനോടുള്ള സ്നേഹാധിക്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ വലിയൊരു സംഘത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ വഴിയിൽ ബുസ്റ എന്ന പ്രദേശത്തെത്തി. ആ പ്രദേശത്ത് ഇവര് വിശ്രമിക്കാനിരുന്നപ്പോൾ ബഹീറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുരോഹിതൻ ഈ കുഞ്ഞിനെ കാണുന്നു. ഈ കുഞ്ഞിന്റെ ശരീരവും മുഖവും കണ്ടപ്പോ അദ്ദേഹം വേദഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയതുപോലെ, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ എവിടെ വെച്ചും മുത്തുനബിയെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ച ബഹീറ ഈ കുഞ്ഞിന്റെ ലക്ഷണം നോക്കി പറഞ്ഞു, ഈ കുട്ടി അസാധാരണ കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കുറിച്ചൊന്ന് കൂടുതൽ പഠിക്കണം എന്ന് ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് ഈ സംഘത്തിന്റെ സമീപത്ത് വന്ന് ചോദിച്ചു, ആരാണ് ഈ സംഘത്തിന്റെ തലവൻ? അപ്പൊ പറഞ്ഞു, ഇതാ അബൂ ത്വാലിബ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് എന്റെ വക ഒരു സദ്യ ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് എന്റെ സദ്യയിലേക്ക് വരണം. ഏതായാലും നിങ്ങൾ ഇവിടെ ടെന്റ് കെട്ടി കൂടുകയാണല്ലോ, രാത്രി സമയത്ത് വിശ്രമിക്കാൻ വന്നതാ. അപ്പൊ അവര് പറഞ്ഞിക്കോട്ടെ, സന്തോഷം, ഞങ്ങൾ വരാം. അങ്ങനെ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട വിവരെന്ത് തീരുമാനിച്ചു? ഒരു മനുഷ്യൻ വിളിച്ച സദ്യയിൽ നമ്മൾ എല്ലാവരും കൂടെ പോണ്ട,
പൗരപ്രമുഖർ മാത്രം പോവാന്ന് പറഞ്ഞ് കുറച്ചാളും. ഇയാൾ ഉദ്ദേശിച്ചത് ആരെ കിട്ടാൻ വേണ്ടിയാണ്? ഈ 12കാരന് കിട്ടാനാണ് ഈ സൽക്കാരം തന്നെ. നബിനെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ബാലനുണ്ടല്ലോ, ആ കുട്ടി എവിടെ? അതവിടെ ഉണ്ടോ? നമ്മൾ കൂട്ടിയിട്ടില്ല. അതിനും കൊണ്ടുപോവാ, എല്ലാരെയും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു. അവിടെ വെച്ച് ചോദിക്കുകയാണ്, മൻ ഹാദൽ ഗുലാമു മിൻക? അബൂ ത്വാലിബ്, ഈ കുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അബൂ ത്വാലിബ് പറഞ്ഞു, ഇബ്നി, ഇതെന്റെ മകനാണ്. ഉടനെ ബഹീറ പറഞ്ഞു, മാ ഹുവ ഇബ്നുക്, അത് നിങ്ങളെ മകനല്ല, നിങ്ങളെ മകനല്ല അത്. കാരണം ആ കുട്ടിയുടെ വാപ്പ ജീവിച്ചിരിക്കാൻ പാടില്ല, നിങ്ങളെ മകനല്ല. അപ്പ അബൂ ത്വാലിബ് ഉള്ളത് പറഞ്ഞു, അതെ, ഇബ്നു അഖീ, എന്റെ മകനെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്റെ സഹോദരന്റെ മകനാണ്, ഞാനാണിപ്പോൾ അവനെ സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് എന്റെ മകൻ എന്ന് പറഞ്ഞതാ. അപ്പം ബഹീറ പറഞ്ഞു, എന്നാൽ ഫർജി ബി ഇബ്നിക ബി ഇബ്നി അഖീ, നിങ്ങൾ ഉടനെ സഹോദരന്റെ പുത്രനെയുമായി മക്കയിലേക്ക് തന്നെ മടങ്ങണം. വഹദർ അലൈഹിൽ യഹൂദ്, നിങ്ങൾ യഹൂദികളെ ഭയപ്പെടണം. ഈ കുഞ്ഞിനെ കണ്ടാൽ അവരാക്രമിക്കാനിടയുണ്ട്, അതുകൊണ്ട് ഉടനെ നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകണം. ഇബ്നു ഹിശാം ഈ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മക്കയിലേക്ക് തന്നെ ഉടനെ അദ്ദേഹം കുഞ്ഞിനെയുമായി മടങ്ങുകയാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അത്ഭുതങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കാണുന്നു. അബൂ ത്വാലിബ് തങ്ങളാകട്ടെ വളരെ വലിയ ദാരിദ്ര്യമുള്ളയാളാണ്. ഒരുപാട് മക്കളുണ്ട്. ഇവരെ തീറ്റിപ്പോറ്റാൻ കഴിയുന്നില്ല. കച്ചവടമൊക്കെ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചിന്തിക്കുന്നു? മൂത്താപ്പ വേറെ കഷ്ടത്തിലാണ്, അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് മൂത്താപ്പനെ സഹായിക്കണം, അതിനെന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ തിരക്കടില്ല എന്നിങ്ങനെ ആലോചിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറുപ്പത്തിൽ തന്നെ, വലിയ യുവാവൊന്നും ആയില്ല, പ്രായപൂർത്തിയായപ്പോൾ തന്നെ ചെറിയ ജോലി അന്വേഷിക്കാൻ. നമുക്കൊക്കെ വലിയ പാടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ജീവിത കാലഘട്ടവും നമുക്ക് ഗുണപാഠങ്ങൾ ഏറെയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്ത നമുക്ക് തന്നെ ഈ 5 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ജോലി ചെയ്യാത്ത ആരും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തൊഴിൽ എന്ന് പറഞ്ഞതൊരു വലിയ അഭിമാനമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, പണിക്ക് പോകുന്ന മുഅ്മിനോടാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത്. വെറുതെ നടക്കുന്നവനോട് അല്ലാഹുവിന് താല്പര്യമില്ല. ഒരു പണിയുമില്ലാതെ വെറുതെ നടക്കരുത്. നമ്മൾ എന്തെങ്കിലും നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കണം. മുത്തുനബി ചെറുപ്പത്തിൽ തന്നെ ജോലി തേടിപ്പോകുന്നു. അങ്ങനെ ആദ്യം ലഭിച്ച ജോലി ഏതാണ്? ആടിനെ തീറ്റുന്ന ജോലിയാണ്. തുച്ഛമായ വരുമാനം കിട്ടും, പക്ഷെ അത് നല്ലൊരു പരിശീലനമാണ്. ഇനി വലിയൊരു ജനസഞ്ചയത്തെ നിയന്ത്രിക്കാനുള്ള എല്ലാ പരിശീലനവും ആടിനെ മേക്കുന്നതിലൂടെ ലഭിക്കും. കാരണം ആട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇളകി കളിക്കുന്ന ഒരു സാധനം. ആടിനെയൊക്കെ നമ്മൾ കാറ് കെട്ടി കൊണ്ടുപോകുമ്പോൾ അതിന്റെ വിഷമം നമുക്കറിയാം. ഒന്ന് മതി, 2 അടി നടന്നാൽ അങ്ങനെ ഒരൊറ്റ നിർത്താം, പിന്നെ പിടിച്ചു വലിച്ച് മൂട്ടി തിരിച്ചിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ വലിയ ആടിന്റെ പറ്റത്തെ നയിച്ച് ശീലിച്ച ഒരാൾക്ക് ജനങ്ങളെ നയിക്കാൻ എളുപ്പമുണ്ടാകും, നല്ല ക്ഷമ ഉണ്ടാകും. ഇതിനു വേണ്ടി എല്ലാ അമ്പിയാക്കളെയും അള്ളാഹു ആടിനെ മേപ്പിച്ചിരുന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തന്റെ മൂത്താപ്പക്ക് ചെറിയൊരാശ്വാസം കൊടുക്കുകയാണ് നബി തങ്ങൾ ആദ്യം ചെയ്തത്. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ചെറിയ കച്ചവടമായി, ചെറിയ ചെറിയ ജോലിയായി, നാട്ടുകാർക്കിടയിൽ സമ്പർക്കം പുലർത്തി. എല്ലാവർക്കും ഈ കുട്ടിയോട് വലിയ ഇഷ്ടമായി. അതോടെ നാട്ടുകാർ സ്വയം ഈ കുഞ്ഞിനൊരു പേര് നൽകുകയാണ്, അൽ അമീൻ. അതേ, ഒരേ ഒരു വിശ്വസ്തൻ, ആർക്കും ഒരു ശങ്കയുമില്ല, ആർക്കും ഒരു തെറ്റിദ്ധാരണയുമില്ല, എന്തും ഏൽപ്പിക്കാവുന്ന വിശ്വസ്തൻ, ജീവിതത്തിൽ സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ലാത്ത വിശ്വസ്തൻ, അൽ അമീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടിയോടാണ്, കുട്ടിയുടെ കൈവശമാണ് പിന്നീട്
മക്ക നിവാസികൾക്ക് അവരുടെ ബാങ്കും അവരെ ലോക്കറുമെല്ലാം മുത്തുനബിയാണ്.